നമസ്കാരം. ആർ.പി. കഴിഞ്ഞ 3-4 മണിക്കൂറായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഗോവിന്ദചാമിയുടെ വാർത്ത. അയാളുടെ രക്ഷപ്പെടൽ, ഒടുവിൽ അയാൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. എങ്കിലും ഇപ്പോഴും ഈ കമന്റ്സിലൊക്കെ നമ്മുടെ വാർത്തകൾക്ക് ഉൾപ്പെടെയുള്ള വാർത്തകളുടെയൊക്കെ കമന്റ്സിൽ വരുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇയാളെ അങ്ങ് തീർത്ത് കളഞ്ഞൂടാ? ഇപ്പൊ നോർത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഗോവിന്ദചാമിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ എന്നുള്ള. ഇതിനെന്താണ് ഒരു മറുപടി പറയാൻ പറ്റുക? ഇല്ല, അത് ആൾക്കാരുടെ ഒരു ആവേശമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്രിമിനൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഗോവിന്ദചാമിയെ 4 മണിക്കൂർ കഴിഞ്ഞ് പിടിച്ചു അല്ലേ? ഇപ്പൊ രാവിലെ പിടിച്ചില്ലായിരുന്നെങ്കിൽ സ്ഥിതി എന്താവുമായിരുന്നു? ഇയാളൊരു പക്ക സൈക്കോപാത്താണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ചെറിയ പെൺകുട്ടികളെ കിട്ടിയാൽ പോലും ഇയാൾ വിടാത്ത ആൺകുട്ടികളെ, അപ്പൊ പക്ക സൈക്കോപാത്താണ്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ സമൂഹത്തിൽ നമ്മുടെ ഇടയിലുണ്ട് എന്ന് വരുന്നത് തന്നെ ജനത്തിന് വലിയൊരു ഭീതി ഉണ്ടാവും. അപ്പോൾ ആ പിടിച്ചതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കേരള പോലീസിൻ്റെ ആ ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ ഈ ഒരു 4 മണിക്കൂർ ഞാൻ നോക്കുമ്പോൾ ഡ്യൂട്ടിയിലുള്ളവരും ഡ്യൂട്ടിയിൽ ഇല്ലാത്തവരുമായ പോലീസുകാരൊക്കെ എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇവരുടെ ഒരു സംയുക്തമായ പ്രവർത്തനം, ജനങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട്, മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു, ജനങ്ങളുടെ ഒരു വലിയ സപ്പോർട്ട്, അതിൽ നിന്നാണ് ഇത് പിടിക്കാൻ സാധിച്ചത്. പക്ഷെ പിടിച്ചില്ലായിരുന്നെങ്കിൽ എത്രമാത്രം സമൂഹത്തിനുള്ളിൽ ആ ഭീതി പടരുമായിരുന്നു. അപ്പം ആ ഒരു ആശ്വാസത്തിൽ നിന്നായിരിക്കും നമുക്ക് ഇവരെ അങ്ങ് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു എന്ന് ചോദിക്കുന്നത്. പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ചോദ്യത്തിൽ എവിടെയൊക്കെ ഒരു പ്രസക്തി ഇല്ലേ ആർ.പി.? കാര്യം ഇയാളെ പോലെ ഒരു കൊടും കുറ്റവാളി, തൂക്കുമരം വരെ എത്തിയിട്ട് തിരിച്ചു വന്ന ആളാണ്. ഇയാളെ ഇങ്ങനെ തീറ്റി പോറ്റേണ്ടതുണ്ടോ? നമ്മുടെ നിയമ സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ആർക്കും തന്നെ എക്സെപ്റ്റ് കോടതി വേറെ ഒരാൾക്കും ഇയാളുടെ ജീവൻ എടുക്കാനുള്ള നിയമം അല്ലെങ്കിൽ ഉത്തരവിടാൻ അവകാശമില്ല. അതാണ് നമ്മുടെ നാട്ടിലെന്നല്ല, എല്ലായിടത്തും ജുഡീഷ്യറിക്കാണ്. ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരാളുടെ ജീവൻ എടുക്കണം അല്ലെങ്കിൽ അതിനുള്ള ഉത്തരവിടാനുള്ള, അതും എത്രമാത്രം പ്രോസസ്സിലൂടെ പോയിട്ടാണ് ഒരാളെ തൂക്കുകയറുന്ന പരമാധികാരം കോടതിക്ക് മാത്രമാണ്, നിയമവ്യവസ്ഥയ്ക്കാണ്. പിന്നെ അല്ലാതെ ആരെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ അത് അതിർത്തിയിൽ പോകുന്ന നമ്മളുടെ പട്ടാളക്കാർ ശത്രുക്കളുമായിട്ടുള്ള വെടിവെപ്പിലൊക്കെയാണ്. അത് ഇഫ് ഐ ഡോണ്ട് കിൽ യു ഐ വിൽ ബി ഗെറ്റ് കിൽഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊല്ലുകയാണ് ആൾക്കാരെ, അല്ലെങ്കിൽ ശത്രുക്കളെ വെടിവെപ്പിലൊക്കെ. അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിഷ്കൃത സമൂഹത്തിൽ മറ്റൊരാളുടെ ജീവൻ എടുക്കാനോ മറ്റൊരാളുടെ സ്പേസിലേക്ക് കടന്നു കയറാനോ നമുക്ക് യാതൊരു അവകാശവും ഇല്ല. ഇതാണ് അതിൻ്റെ നിയമവ്യവസ്ഥ. അതുകൊണ്ട് പഴുതല്ലേ ഇവിടെ കൃത്യമായി പലപ്പോഴും. തീർച്ചയായിട്ടും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. കയറേണ്ട സമൂഹത്തിൽ ഇവൻ ജീവിക്കുന്നത് അപകടകരമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള പല ആൾക്കാരും ഈ നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. ഈ നിയമം ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ട് നിരപരാധികൾ പലരും രക്ഷപ്പെടുന്നുണ്ട്. അതായത് നിയമത്തിൻ്റെ മുമ്പിൽ പെട്ടുപോകുന്ന ചില ആൾക്കാരുടെ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ പെട്ടുപോകുന്ന ആൾക്കാർ, നിരപരാധികളായ ആൾക്കാർ പലരും രക്ഷപ്പെടാനും ഈ നിയമം സഹായിക്കുന്നുണ്ട്. നമ്മൾ ആ ഭാഗം കൂടി കാണണം. കാരണം ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുകയാണ്, ഒരു പർട്ടിക്കുലർ കേസിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ, അവൻ നിരപരാധിയാണെങ്കിൽ ശരിക്കും ആ ക്രൈം ചെയ്ത ആരോ പുറത്ത് നിൽക്കുന്നുണ്ട്, യഥാർത്ഥ കുറ്റവാളി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മറുവശം. ഇനി നിങ്ങൾ പറഞ്ഞ ഈ വിഷയത്തിലേക്ക് ഇവൻ ഗോവിന്ദചാമിയുടെ കാര്യം എടുക്കുക. ഗോവിന്ദചാമിക്ക് തൂക്കുകയറ് വിധിച്ചതല്ലേ? പക്ഷെ നിയമത്തിലെ ഒരു പഴുത്, അതായത് ഇൻറ്റൻഷനലായിട്ടല്ല സൗമ്യയെ കൊന്നത് എന്ന് ഉള്ള ഒരു പഴുത് അതിനകത്ത് വന്നു. കാരണം റേപ്പ് ചെയ്ത് തള്ളിയിട്ടു, അല്ലെങ്കിൽ സൗമ്യ ട്രെയിനിൽ നിന്ന് വീണു, ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഞാൻ പറയാണ് അങ്ങനെ. അപ്പോൾ അതൊരു ഇൻ്റർനാഷണൽ കില്ലിങ് അല്ല എന്നുള്ള ഒരു എന്താ പറയുക, നമുക്ക് അതിക്രൂരം എന്ന് തോന്നാവുന്ന ഒരു വ്യാഖ്യാനത്തിലാണ് ഇയാളുടെ കഴുത്ത് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അന്ന് തന്നെ ഇയാളെ തൂക്കിക്കൊല്ലേണ്ടതാണ്. അപ്പം ശരിക്കും തൂക്കുകയറ് വിധിക്കപ്പെട്ട ഒരാൾ തന്നെയാണ് ഗോവിന്ദചാമി. അയാൾ ജീവിക്കുന്നത് നമുക്ക് ഭീഷണിയാണ്. പക്ഷെ എന്നാലും നിയമം ഇങ്ങനെയൊക്കെയാണ്. അല്ല, അവിടെയാണ് അടുത്ത ഒരു പ്രധാന പ്രശ്നം. ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ വന്ന് അടിഞ്ഞുകൂടുന്ന സ്ഥലമാണ് ഇതുപോലുള്ള ജയിലുകൾ. അപ്പോൾ ജയിലുകളിൽ ഇവരുടെ ഈ പൊതുവെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കപ്പുറം ഓരോ ആളുകളെയും കൃത്യമായി നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഗോവിന്ദചാമിയുടെ കഴിഞ്ഞ കുറെ നാളുകളുള്ള പെരുമാറ്റ വ്യത്യാസമൊക്കെ ഇപ്പോൾ വലിയ വാർത്തകളായി വരുന്നുണ്ട്. ഇയാൾ വലിയ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു, ഇയാൾ നോൺ വെജ് ഉപേക്ഷിച്ച് അരിയാഹാരം ഉപേക്ഷിച്ച് വലിയ വെയിറ്റ് കുറച്ചിരുന്നു. ഇതൊക്കെ കൃത്യമായി ഇയാൾ അന്നേ നിരീക്ഷിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇയാളുടെ ഇയാളൊരു സാധാരണ കുറ്റവാളിയല്ല. അതെ, അവിടുത്തെ ഒരു
പ്രധാനമായി ഒരു ഫോക്കസ് എത്തേണ്ട ഒരു കുറ്റവാളിയാണ്. ഈ ജയിൽ വകുപ്പ് എന്ന് പറഞ്ഞ പ്രസിഡന്റിന് വേണ്ടി പ്രത്യേക ഒരു വകുപ്പ് തന്നെ അത് വളരെ വ്യക്തമാണ്. കണ്ണൂർ ജയിലിൽ പലതും ചീഞ്ഞ് നാറുന്നുണ്ട്. കണ്ണൂർ ജയിലിലെ രാഷ്ട്രീയ അതിപ്രസരം, കണ്ണൂർ ജയിലിലെ ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ, അല്ലാതുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. പക്ഷെ ആരന്വേഷിക്കും? സംസ്ഥാന സർക്കാർ അത്തരം കാര്യങ്ങളിൽ ഒരു വലിയ അന്വേഷണം നടത്തുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അയാൾ പുറത്തിയാടി 3 ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഷനിലായി. നാളെ അവർ സർവീസിൽ തിരിച്ചു കയറും, എല്ലാം പഴയ പോലെ സാധാരണ നിലയിലാവും. അപ്പോൾ ഇത് അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടാണ്. കണ്ണൂർ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലായിരിക്കാം ഇത്. പ്രൊഫഷണലായിട്ട് ഒരു സമീപനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ കുറ്റവാളി, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള കൊടും ക്രിമിനലുകൾ, അവരെങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടതായ നിരീക്ഷണം ആവശ്യമാണ്. ഒരു സംശയവുമില്ല. മാത്രമല്ല ഇത് മാത്രമല്ല, ഇതിപ്പോ ഇയാള് ശാരീരിക പരിമിതിയുള്ള ഒരാളാണ്. അയാളാണ് ഇത്രയും വലിയ ഒരുക്കങ്ങൾ നടത്തി ഈ ഒറ്റ കൈ ഉപയോഗിച്ച് 7.5 മീറ്ററോളം ഉയരമുള്ള ഒരു മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചു. അല്ല, എനിക്കിതിനകത്ത് തോന്നുന്ന ഒരു കാര്യം, അതിനിപ്പോൾ അന്വേഷണം നേരായ രീതിയിൽ നടന്നാൽ മനസ്സിലാകും. ആരുടെയെങ്കിലുമൊക്കെ സഹായം അകത്തു നിന്നില്ലാതെ ഇയാൾക്കിത് ചെയ്യാൻ പറ്റില്ല. ഇനി അയാളെ സഹായിച്ചില്ല, പുറത്തു പോകാൻ സഹായിച്ചില്ലെങ്കിൽ കൂടി ഇയാൾക്ക് സ്വാതന്ത്ര്യം ആവശ്യത്തിൽ കൂടുതൽ കൊടുത്തിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ പിടികിട്ടും. അതിനകത്ത് ഏറ്റവും പുതിയതായി വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇയാൾ ഡോക്ടറിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ എഴുതി വാങ്ങിച്ചിരുന്ന അത്രേ. അതായത് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇയാൾക്ക് ഇളവ് വേണമെന്ന്, എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ആഹാരം അയാൾക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതിനുവേണ്ടി അപ്പോൾ ഡോക്ടറോട് പോലും അങ്ങോട്ട് പറഞ്ഞ് വാങ്ങിക്കാനുള്ള ഒരു അത് വളരെ വളരെ പ്ലാൻഡ് ആണ്. പിന്നെ ഡോക്ടറോട് ചിലപ്പോൾ ഇയാൾ മെഡിക്കലായിട്ടുള്ള റീസൺ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഡോക്ടറും വിചാരിക്കുന്നത് നല്ല കാര്യമല്ലേ, നോൺ വെജ് കഴിക്കാതെ ഇയാൾ ആഹാരം കുറച്ച് മേടിക്കാനാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ഡോക്ടർ സമ്മതിച്ചു കാണും, നല്ല ഇൻറ്റൻഷനോടെ. പക്ഷേ ഈ തയ്യാറെടുപ്പൊക്കെ ഇയാളെ നേരത്തെ പറഞ്ഞ പോലെ മോണിറ്ററിങ് കുറവാണ്, അല്ലെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കില്ല. ഒന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ ഇപ്പം ഏത് ജയിലിലായാലും പ്രാദേശികമായി അവിടെ കുറേ കാലം ഒരു ജയിൽ പുള്ളി വസിച്ചു വരുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായൊക്കെ ഇവർക്കൊരു ബന്ധമുണ്ടാവും, ഒരു ആത്മബന്ധം ഉണ്ടാവും. ഇതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അല്ല, ഇതിനുള്ള പരിഹാരം എന്തുകൊണ്ടാണ് ഇവരൊന്നും ചിന്തിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം ലോക്കലായിട്ടുള്ള ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്ത് ജയിലിലാവുന്നവരെ കുറിച്ചല്ല ഞാൻ പറയാൻ. ഇതുപോലുള്ള കൊടും ക്രിമിനൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുന്ന കുറ്റവാളികൾ, ഈ ടീമിനെയൊക്കെ എന്തിനാണ് സ്വന്തം സംസ്ഥാനത്ത് തന്നെ ജയിലിൽ നിലനിർത്തുന്നത്? ഇന്ത്യ ഒരു വലിയ രാജ്യമല്ലേ? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എന്തുകൊണ്ട് ഇവരെ കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല? ഒരുപക്ഷെ ലോ ആൻഡ് ഓർഡർ കേരളത്തിൻ്റെ സംസ്ഥാന വിഷയമാണ്, അല്ലെങ്കിൽ അത് സംസ്ഥാനങ്ങളുടെ വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ലീഗലായിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ ഒരു വലിയ പരിധി വരെ ഈ കുറ്റവാളികളുമായി യാതൊരു പേഴ്സണൽ ബന്ധവും ഇല്ലാത്ത, ഭാഷ പോലും കാര്യമായിട്ട് പരസ്പരം ഷെയർ ചെയ്യാത്ത മറ്റൊരു സ്ഥലത്താണെങ്കിൽ കുറ്റവാളികളുടെ ജീവിത പരിസരത്തിനും ജീവിത സാഹചര്യങ്ങൾക്കും വലിയ വ്യത്യാസം ഉണ്ടാവും. നമ്മളുടെ ജയിലുകളിൽ എനിക്ക് തോന്നുന്നത് കുറ്റവാളികൾക്ക് മാക്സിമം കംഫർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫോക്കസ്. അവർക്ക് എത്രമാത്രം മാറ്റം ഉണ്ടാകുന്നുണ്ട്, അവരെന്താണ് ചെയ്യുന്നത് എന്ന് മോണിറ്റർ ചെയ്യാൻ നമുക്കൊരു സംവിധാനം കുറവാണ്. അല്പം മുമ്പ് ഞാനൊരു ചാനൽ കണ്ടപ്പോൾ അതിൽ ബൈറ്റ് കൊടുക്കുന്ന ഒരാൾ പറയുന്ന കേട്ടു, ഇവിടുത്തെ ജയിലുകളിൽ മെനു പോലും ഉണ്ടെന്ന്. കൃത്യമായി പുറത്തുനിന്ന് ഇവർക്ക് രാത്രിയുള്ള അത്താഴത്തിനുള്ള ഫുഡിന് ചില ആളുകൾക്ക്, ചില VIP കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മെനു പുറത്തുനിന്ന് കൊണ്ടുവരുന്നതൊക്കെ ഉണ്ടാവും, അതൊക്കെ കാണും. അപ്പം ഇത് ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ജയിലിൽ പോകാൻ ആൾക്കാർക്ക് ഭയം വേണം. ആ ഭയം വേണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ സൗകര്യങ്ങളല്ല കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ജയിൽ ശിക്ഷയ്ക്ക്, ഇത്തരം ആൾക്കാരെ ജയിൽ ശിക്ഷയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിടണം. ഇപ്പോൾ കേരളത്തിൽ കിടക്കുന്ന ഇതുപോലുള്ള കൊടും ക്രിമിനലുകൾ സിക്കിമിലോ നമ്മുടെ അസമിലോ വല്ലതും ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവരിതുപോലെ പെരുമാറുമോ? ഇതിവിടെ നമ്മളെ സന്ദർശിക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്നു, നമുക്ക് ഈ പറയുന്ന പോലെ പുറത്തു നിന്ന് ആഹാരം കിട്ടുന്നു, നമ്മളുടെ ഒരു സ്വാധീനത്തിൽ തന്നെ. ജയിൽ ചാടിയാൽ പുറത്തു പോകാനുള്ള വഴി പോലും അവർക്ക് നിശ്ചയമുണ്ട് ഇവിടെ. അപ്പോൾ അതൊരു വലിയ 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 കുഴപ്പമാണ്. ആർപ്പി, നമ്മൾ ഈ ചർച്ച ക്രോഡീകരിക്കുമ്പോൾ അവസാനമായി ചോദിക്കാനുള്ളത്, ഞാൻ തുടങ്ങിയിടത്തുനിന്ന് തന്നെയാണ്. കാര്യം നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഷൂട്ട് അറ്റ് സൈറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൂടാന്നൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു. ശരിക്കും എന്താണ് നമുക്ക് അതിന് ഇവിടെ ഒരു പ്രായോഗികമായിട്ട് അവസ്ഥ? ഇപ്പം നോർത്തിലൊക്കെ നമ്മളത് പലപ്പോഴും കാണുന്നുണ്ട് അല്ലേ?
ഇതിനകത്ത് ഒരു പ്രധാന വിഷയം, ശരിക്കും എൻകൗണ്ടർ കില്ലിങ്സ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്തിലെയും സൗത്തിലെയും ഈസ്റ്റിലെയും വെസ്റ്റിലെയും ഒരു പോലീസും ഇത് സമ്മതിക്കില്ല. അങ്ങനെ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നടക്കുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പം യു പിയുടെ കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞു. യു പിയിലെ പോലീസ് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ എൻകൗണ്ടർ നടത്തിയെന്ന്? അവർ ആള് രക്ഷപ്പെടാൻ ശ്രമിച്ചു, നമ്മൾ വെടിവെച്ചു, ആൾ മരിച്ചു. ഇതാണ് കാലാകാലങ്ങളായി. ഇതിപ്പോൾ യു പിയിൽ മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല. പണ്ട് മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ട്, അസമിൽ നടന്നിട്ടുണ്ട്. അസമിലെ എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് എന്ന് പറഞ്ഞ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതായത് തീവ്രവാദികൾ അവിടുത്തെ സാധാരണക്കാരായ നിരപരാധികളായ ആൾക്കാരെ കൊല്ലുമ്പോൾ ഒരു സമയത്ത് ഇത് പറയുന്ന കാര്യം ശരിയാണെങ്കിൽ ഒരു സമയത്ത് സർക്കാർ എന്ത് തീരുമാനിച്ചു? സർക്കാർ ഈ തീവ്രവാദികളുടെ വീട്ടിൽ കയറി അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ കൊന്നു തുടങ്ങി. അങ്ങനെയാണ് തീവ്രവാദികളുടെ അതായത് ഉൾഫയുടെ കാര്യമാണ് പറയുന്നത്. ഉൾഫയുടെ നേതാക്കന്മാരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ സർക്കാരിൻ്റെ ആൾക്കാരെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ അകത്ത് കയറി കൊന്നു തുടങ്ങി. ഇത് അസമിൽ നടന്നതാണ് 90കളിൽ. അതുപോലെ മുംബൈയിൽ നടന്ന ആക്രമണം, മുംബൈയിലെ മാഫിയകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ദാവൂദ്, ചോട്ടാ രാജൻ എന്നൊക്കെ പറഞ്ഞ ഗ്യാങ്. ഈ ഗ്യാങ്ങുകളെ കൊന്ന പോലീസുകാർക്ക് വലിയ സ്വീകാര്യതയുണ്ടായിരുന്നു. അതിൽ പല ആൾക്കാരുമുണ്ട്. പ്രദീപ് ശർമ്മ എന്നൊക്കെ പറയുന്ന പോലീസുകാരെ 300ഓളം ക്രിമിനലുകളെ കൊന്നു എന്നാണ് പറയുന്നത്. അതൊരു സിനിമ പോലും ഉണ്ടായിട്ടുണ്ട്, അബ് തക് ചപ്പൻ. പക്ഷേ ഇത് അസമിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഹൈദരാബാദിൽ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്ത 4 പയ്യന്മാർ, ക്രിമിനൽസ്, 4 പേരെ ഒരുമിച്ച് വെടിവെച്ച് കൊന്നു ഹൈദരാബാദ് പോലീസ്. ജനങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ ഇവരാരും ഇത് നടക്കുന്നു എന്ന് സമ്മതിക്കില്ലല്ലോ. കാരണം ഇത് നിയമപരമല്ല. എന്നാൽ ഒരു ക്വിക്ക് സൊല്യൂഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ് താനും. അത് കേരളത്തിൽ ഒരിക്കലും നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്. കേരളത്തിൻ്റെ സാഹചര്യം, കേരളത്തിലെ പോലീസിൻ്റെ രീതി, കേരളത്തിലെ രാഷ്ട്രീയം, ഇതൊക്കെ അതിന് വലിയ തടസ്സമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഗോവിന്ദച്ചാമിമാർ മതിൽ ചാടുമ്പോൾ ജനങ്ങൾ എന്തുകൊണ്ട് ഇവനെ വെടിവെച്ച് കൊന്നുകൂടാ എന്ന് ചോദിക്കുന്നതിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ അത് ചെയ്യാൻ കേരളത്തിൽ ബുദ്ധിമുട്ടാണ്. എന്തായാലും ജനങ്ങളെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ്. അതെ. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തീർച്ചയായിട്ടും. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.